ന്യൂയോർക്കിൽ നിന്ന് കൈരളിയുടെ ഒരു പ്രേക്ഷകൻ അയച്ച ഒരു ഇമെയിൽ സന്ദേശം വായിക്കാം. ഡിയർ ഡോക്ടർ റോയ്, I regularly watch your program and I think it is a very useful medical program on TV in Malayalam. I especially watch the program closely and record it and watch it again if it is about diabetes. I am 68 years old and I am a diabetic for the past 24 years. Recently I am getting emails telling me that diabetes can be reversed by natural products and I will not have to take dangerous medications the doctors usually prescribe. Is it true? ഡയബറ്റിസ് അഥവാ പ്രമേഹ രോഗം ചികിത്സിച്ച് പരിപൂർണമായി സുഖമാക്കുവാൻ സാധിക്കുമോ? ആധുനിക വൈദ്യശാസ്ത്രം നിർദ്ദേശിക്കുന്നതല്ലാതെ ഡയബറ്റിസ് റിവേഴ്സ് ചെയ്യാൻ നാച്ചുറൽ റെമഡീസ് എന്തെങ്കിലും ഉണ്ടോ? ഇത്തരം ചോദ്യങ്ങൾ ഇന്ന് അമേരിക്കയിലും ഇന്ത്യയിലുമെല്ലാം ഡോക്ടർമാർക്ക് ഉത്തരം നൽകേണ്ടി വരുന്നുണ്ട്. പരസ്യങ്ങളെയും മാധ്യമങ്ങളിൽ വരുന്ന ചില വാർത്തകളെയും ഇന്റർനെറ്റിൻ്റെയും അടിസ്ഥാനത്തിലാണ് രോഗികൾ ഇവയെല്ലാം ചോദിക്കുന്നത്. പ്രമേഹ രോഗികളെ കണ്ടുപിടിച്ച് ലാഭമുണ്ടാക്കാൻ വേണ്ടി ഇത്തരം പരസ്യങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ചില ഏജൻസികളുമുണ്ട്. ആദ്യമേ പറയട്ടെ, ഇവിടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ എവിഡൻസിനെ മാത്രം അടിസ്ഥാനമാക്കിയാണ്. ക്യാൻ വി റിവേഴ്സ് ഡയബറ്റീസ്? റിവേഴ്സ് ചെയ്യുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രോഗിയെ പ്രമേഹ രോഗം ആരംഭിക്കുന്നതിന് മുമ്പുള്ള സ്ഥിതിയിൽ എത്തിക്കുക എന്നതാണെങ്കിൽ ഉത്തരം നിർഭാഗ്യവശാൽ നോ എന്നാണ്. പഞ്ചാംഗം തിരിച്ചു വച്ച് രോഗം ആരംഭിക്കുന്നതിന് മുമ്പുള്ള സ്ഥിതിയിൽ രോഗിയുടെ ശരീരത്തെ എത്തിക്കുക സാധ്യമല്ല. എന്നാൽ ഡയബറ്റിക് രോഗിയുടെ ബ്ലഡ് ഷുഗർ പൂർണ്ണമായി കൺട്രോൾ ചെയ്യുകയും ഡയബറ്റിക്സിന്റെ കോംപ്ലിക്കേഷൻസ് പ്രതിരോധിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് സാധ്യമാണ് എന്ന് തന്നെയാണ് ഉത്തരം. ബ്ലഡ് ഷുഗർ 100-നും 120-നും മധ്യത്തിലായിരിക്കുന്നതാണ് പ്രീ ഡയബറ്റിക് സ്റ്റേജ്. 126-ന് മുകളിലായിരിക്കുന്നതാണ് ഡയബറ്റിക് സ്റ്റേജ്. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിലൂടെ അല്ലെങ്കിൽ ചികിത്സയിലൂടെ പ്രീ ഡയബറ്റിക് രോഗിയെ ഡയബറ്റിക് അല്ലാത്ത ഒരു സ്റ്റേജിൽ എത്തിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഡയബറ്റിക് രോഗിയെയും ചികിത്സയിലൂടെയും ജീവിത ചേഞ്ചസിലൂടെയും പ്രീ ഡയബറ്റിക് സ്റ്റേജിലെങ്കിലും എത്തിക്കുവാൻ സാധിക്കും. ആഴ്ചയിൽ 5 ദിവസം അരമണിക്കൂർ വീതമെങ്കിലും എക്സസൈസ് ചെയ്യുക, 1800 കാലറികളിൽ കുറവ് വരുന്ന ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക, ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സും ഹൈ ഗ്ലൈസിമിക് ലോഡുള്ളതുമായ കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കുകയും ഏകദേശം 10 പൗണ്ട് വെയിറ്റ് കുറയ്ക്കുകയും ചെയ്താൽ 20% ഡയബറ്റിക് ടൈപ്പ് 2 രോഗികളിലെങ്കിലും മരുന്നുകൾ ഒന്നും കൂടാതെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ പ്രാരംഭദശയിൽ സാധിക്കും. എന്നാൽ താരതമ്യേന ചെറുപ്പത്തിലുണ്ടാകുന്ന ടൈപ്പ് 1 ഡയബറ്റിക്സ് രോഗികളുടെ പാൻക്രിയാസ് ഇൻസുലിൻ നിർമ്മിക്കുന്നില്ല. അവർക്ക് ഇൻസുലിൻ കുത്തിവെക്കുകയല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. ഇത്തരം രോഗികൾക്ക് ഇൻസുലിൻ അല്ലാതെ മറ്റെന്തെങ്കിലും ചികിത്സ ആരുടെയെങ്കിലും കൈവശമുണ്ടെങ്കിൽ അതറിയിച്ചാൽ സ്വീഡിഷ് നോബൽ അക്കാഡമി അവർക്ക് അടുത്ത നോബൽ പ്രൈസ് നൽകും. $1 മില്യൺ കിട്ടും. എന്തുകൊണ്ട് ട്രഡീഷണൽ അല്ലാത്ത അംഗീകാരമല്ലാത്ത പ്രമേഹ ചികിത്സകൾക്ക് ആളുകൾക്ക് താല്പര്യമേറുന്നു? കാരണം വളരെ ലളിതമാണ്. പ്രയോജനമില്ലാത്ത നോൺ ട്രഡീഷണൽ ചികിത്സകളാണെങ്കിലും അതിനോടൊപ്പം ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ട് മാത്രം ബ്ലഡ് ഷുഗർ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഒരു ലാടഗുരു ഒരു ഗുളിക തന്നതിന് ശേഷം ഗുളിക കഴിച്ചാൽ ബ്ലഡ് ഷുഗർ കുറയും, എന്നാൽ ഈ ഗുളിക കഴിക്കുമ്പോൾ വെള്ളരിച്ചോറ് കഴിക്കരുതെന്ന് പറഞ്ഞെന്ന് വരിക, രോഗിയുടെ ബ്ലഡ് ഷുഗർ കുറയാൻ സാധ്യതയുണ്ട്. അത് ലാടഗുരു നൽകിയ ഗുളിക കൊണ്ടല്ല, വെള്ളരിച്ചോറ് കുറച്ചത് മൂലമാണ്. ഇവിടെ അടുത്ത് കുറച്ചു നാൾ മുമ്പ് പ്രമേഹ രോഗികൾക്കായി ബ്ലഡ് ഷുഗർ കുറയ്ക്കുവാനായിട്ട്
ഡയബറ്റിക് ന്യൂറോപ്പതി, കാലിൽ വേദനയുള്ളവർക്ക് കാലിലെ വേദന കുറയ്ക്കുവാനായിട്ട് മാഗ്നറ്റിക് മെറ്റൽ ഘടിപ്പിച്ച ഒരു പ്രത്യേകതരം ഷൂസ് ഒരു കൂട്ടർ വിൽപ്പനയ്ക്കിറക്കി. അത് പ്രയോജനകരമാണെന്ന് കുറേയേറെ അനുഭവ സാക്ഷികളുമുണ്ടായി. എന്നാൽ അവർ നിർദ്ദേശിക്കുന്നത് പോലെ ദിവസവും 45 മിനിറ്റ് മാഗ്നറ്റ് ഘടിപ്പിച്ച് ചെരുപ്പ് കൊണ്ട് നടന്നാലും മാഗ്നറ്റ് ഇല്ലാത്ത ചെരുപ്പ് കൊണ്ട് നടന്നാലും അതേ പ്രയോജനം ലഭിക്കുമെന്ന് തെളിയിക്കപ്പെട്ടു. ഇന്ന് ഷൂസ് നിർമ്മിച്ച ആ കമ്പനി കടയും പൂട്ടി സ്ഥലം വിട്ടിരിക്കുകയാണ്. ഒരു ഡോക്ടർ കൂടി ഉൾപ്പെട്ട മറ്റൊരു സംഘം വിദഗ്ധമായി നടത്തിയ മറ്റൊരു തട്ടിപ്പ് വേറൊരു വിധത്തിലായിരുന്നു. അവർ നൽകുന്ന പ്രത്യേക വൈറ്റമിൻ ഗുളികകൾ പഞ്ചസാരയും തേനും ചേർത്ത് കഴിച്ചാൽ മതിയാകും. ഇത് കഴിച്ച് 2 മണിക്കൂർ കഴിയുമ്പോൾ ബ്ലഡ് ഷുഗർ കുറയുമെന്ന് പരിശോധനയിലൂടെ ഈ ഡോക്ടറും മറ്റുള്ളവരും കാണിച്ചു കൊടുത്തു. ടൈപ്പ് 2 ഡയബറ്റിക് രോഗികൾക്ക് പ്രാരംഭ ദശയിൽ തേനോ പഞ്ചസാരയോ ഒക്കെ കഴിച്ചാൽ 2 മണിക്കൂർ അല്ലെ 3 മണിക്കൂർ കഴിയുമ്പോൾ ബ്ലഡ് ഷുഗർ കുറയും. കാരണം അവരുടെ ശരീരം കൂടുതൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. എന്നാൽ ബ്ലഡ് ഷുഗർ കുറയുന്നതോടൊപ്പം തന്നെ ഹൈ ലെവൽ ട്രൈഗ്ലിസറൈഡും ഹൈ ലെവൽ ഇൻസുലിനും ഉണ്ടാകുന്നു. അത് അപകടകരമാണ്. ഈ നടത്തിയ സംഘം ഇന്ന് ഈ നിരോധിക്കപ്പെടുകയെന്ന് മാത്രമല്ല, ഇത് പ്രചരിപ്പിച്ച ഡോക്ടറുടെ ലൈസൻസ് റിവോക്ക് ചെയ്യപ്പെടുകയും ചെയ്തു. മറ്റുള്ളവരുടെ രോഗവും പ്രയാസവും മുതലെടുത്താൻ നടത്താക്കുന്ന ഇത്തരം തട്ടിപ്പുകളെപ്പറ്റി പ്രമേഹ രോഗികൾ പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കണം. പ്രമേഹ ചികിത്സയിൽ നിങ്ങളുടെ ഡോക്ടർ മനഃപൂർവ്വം നിങ്ങളോട് പറയാത്ത വിജയകരമായ ഒരു രഹസ്യം നിർദ്ദേശിക്കാമെന്നൊരു പരസ്യം ലഭിച്ചാൽ അത് വളരെ സൂക്ഷിച്ച് മാത്രമേ അതിന് റെസ്പോണ്ട് ചെയ്യാവൂ. രോഗികളിൽ നിന്ന് ചികിത്സയുടെ വിജയകരമായ ഒന്നും തന്നെ രഹസ്യമായി ഞങ്ങൾ ഡോക്ടർമാരാരും മറച്ചു വയ്ക്കില്ല. ചികിത്സ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വില കൂടിയ മരുന്നോ ബുക്കോ വിൽക്കുവാനാണ് ശ്രമമെങ്കിൽ അതിലും പന്തികേടുണ്ടെന്ന് ഓർത്തിരിക്കണം. ഭക്ഷണമോ വൈറ്റമിനോ മറ്റു ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷന്റെ നിയന്ത്രണമില്ലാത്ത മറ്റു സംഗതികളോ ദിവ്യാവിഷതമായി വിറ്റ് തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങളും അമേരിക്കയിലും പ്രവർത്തിക്കുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞതുകൊണ്ട് ചില ഔഷധ സസ്യങ്ങളോ നമ്മുടെ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന സ്പൈസസോ പ്രയോജനമില്ല എന്ന് ധരിക്കരുത്. നമ്മുടെ ഏലയ്ക്ക, സിനമൺ ബ്ലഡ് ഷുഗർ കുറയ്ക്കാൻ ഉള്ള സാധ്യതയെപ്പറ്റി ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് പാകിസ്ഥാനിൽ നിന്നാണെങ്കിലും യൂറോപ്പിലും അമേരിക്കയിലും പല ഗവേഷണ പഠനങ്ങളിലും ഇതിൽ അല്പം പ്രയോജനമുണ്ടെന്ന് ഇത് കണ്ടിരിക്കുന്നു. അതുപോലെ നമ്മുടെ കറികളിൽ ഉപയോഗിക്കുന്ന കരിവേപ്പില, കുടംപുളി, ഉലുവ, ജീരകം ഇവകളെല്ലാം ബ്ലഡ് ഷുഗർ കുറയ്ക്കാൻ സാധ്യത ഉണ്ട് എന്ന് തെളിയിക്കുന്ന പല പ്രാരംഭ ഗവേഷണങ്ങളും ഇന്ന് നടക്കുന്നുണ്ട്. ഇവയെല്ലാം അപകടമില്ലാത്തതാകിയാൽ ഭക്ഷണത്തിൽ ഉപ്പിന്റെ അംശം അല്പം കുറച്ചിട്ട് ഈ സ്പൈസസ് അല്പം കൂടുതൽ കഴിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് വിദഗ്ധർ തന്നെ ഇന്ന് ഉപദേശിക്കുന്നുണ്ട്. എങ്കിലും നിങ്ങൾ കഴിക്കുന്ന മരുന്ന് നിർത്തുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നത് ഡോക്ടറോട് ചോദിക്കാതെ ഒരിക്കലും ആകരുത്. ചില പച്ചമരുന്നുകളും നിങ്ങൾ കഴിക്കുന്ന മെഡിസിനും തമ്മിൽ ഇന്റർ റിയാക്ഷൻ ഉണ്ടാകാം എന്നതും ഓർത്തിരിക്കുക. നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ച് വീട്ടിൽ വെച്ച് സ്വയം ചെക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ പുതുതായി ആരംഭിച്ചിരിക്കുന്ന സ്പൈസസോ പച്ചമരുന്നോ ഭക്ഷണത്തിലെ ചേഞ്ചസോ കൊണ്ട് നിങ്ങളുടെ ബ്ലഡ് ഷുഗർ കുറയുവാൻ സഹായിക്കുമോ എന്നറിയാൻ ഒരു മാർഗമുണ്ട്. ഒരാഴ്ച നിങ്ങൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും ഒരു ഡയറിയിൽ കുറിച്ചിടുക. അതുപോലെ തന്നെ നിങ്ങൾ 3 നേരം ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ടു മുമ്പും ഭക്ഷണം കഴിഞ്ഞിട്ട് സൂക്ഷം 2 മണിക്കൂർ കഴിഞ്ഞും നിങ്ങളുടെ ബ്ലഡ് ഷുഗർ അളന്ന് കുറിച്ചിടുക. അടുത്തയാഴ്ച പുതിയ സ്പൈസസോ മരുന്നോ എല്ലാം കഴിഞ്ഞ ആഴ്ച കഴിച്ചിരുന്ന അതേ അളവിലുള്ള ഭക്ഷണത്തോടൊപ്പം കഴിക്കുക. ഈ ആഴ്ചയും പഴയതുപോലെ ഭക്ഷണത്തിന് തൊട്ടു മുമ്പുള്ളതും ഭക്ഷണം കഴിഞ്ഞ് 2 മണിക്കൂറിന് ശേഷവും നിങ്ങളുടെ ബ്ലഡ് ഷുഗർ അളന്ന് രേഖപ്പെടുത്തുക. നിങ്ങൾ ഉപയോഗിക്കുന്ന സ്പൈസസോ പച്ചമരുന്നോ ബ്ലഡ് ഷുഗർ കുറയ്ക്കാൻ സാധിക്കുന്നുവോ എന്ന് ഏകദേശം അറിയുവാൻ നിങ്ങൾക്ക് ഇതുകൊണ്ട് സാധിക്കും. മറ്റൊരു മാർഗം പുതുതായ മരുന്നോ ഭക്ഷണ രീതിയോ ഉപയോഗിക്കുന്നതിന് മുമ്പും ഉപയോഗിക്കാൻ തുടങ്ങി 3 മാസങ്ങൾ കഴിഞ്ഞും നിങ്ങളുടെ ഹീമോഗ്ലോബിൻ A1C ചെക്ക് ചെയ്യുക. ഹീമോഗ്ലോബിൻ A1C കുറയുന്നുണ്ടെങ്കിൽ പുതിയ മാർഗങ്ങൾ സഹായിക്കുന്നു എന്ന് അർത്ഥമാക്കാം.
ഭക്ഷണം ക്രമീകരിക്കുകയും റെഗുലർ എക്സസൈസ് ആരംഭിക്കുകയും സ്പൈസസും മറ്റു മാർഗങ്ങളും എല്ലാം ഉപയോഗപ്പെടുത്തിയ ശേഷവും നിങ്ങളുടെ ബ്ലഡ് ഷുഗർ കുറയുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഡോക്ടർ മരുന്നോ ഇൻസുലിനോ ഒക്കെ നൽകേണ്ടി വരും. ഭാഗ്യവശാൽ പ്രമേഹ രോഗത്തിന് ഫലപ്രദമായ ആധുനിക ചികിത്സകൾ ഇന്നുണ്ട്. മറ്റെല്ലാ ആധുനിക ശാസ്ത്രങ്ങളിലും എന്നതുപോലെ തന്നെ വൈദ്യശാസ്ത്രത്തിലും ഏതാണ് ശരിയെന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, എവിഡൻസ് ആൻഡ് ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഒരു തീരുമാനത്തിലെത്തുന്നത്. ആര് പറയുന്നു എന്നുള്ളതല്ല പ്രധാനം. ഭൂമി പരന്നതാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയും ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനും ഒരുമിച്ച് പറഞ്ഞാലും ഭൂമി പരന്നതാകത്തില്ലല്ലോ. ന്യൂയോർക്കിൽ നിന്ന് ഇമെയിൽ അയച്ച കൈരളിയുടെ പ്രേക്ഷകനോട് എനിക്ക് പറയാനുള്ളത്, പ്രമേഹ രോഗം നിയന്ത്രിക്കുവാനും കോംപ്ലിക്കേഷൻ കുറയ്ക്കുവാനും വളരെ ഫലപ്രദമായ ആധുനിക ചികിത്സകളുള്ള ന്യൂയോർക്കിൽ കഴിയുന്ന അദ്ദേഹം ഇന്റർനെറ്റിൽ വന്ന ഒരു എഴുത്തിൻ്റെയോ വാർത്തയുടെയോ അടിസ്ഥാനത്തിൽ ഡയബറ്റീസ് റിവേഴ്സ് ചെയ്യുമെന്ന് കരുതി തെളിവുകളില്ലാത്ത മാർഗങ്ങൾ സ്വീകരിക്കരുതേ. അത് അപകടകരമായേക്കുമാണ്, ചിലപ്പോൾ ആത്മഹത്യാകരവുമാകണം. നിങ്ങളുടെ ഡോക്ടറുടെയോ പ്രമേഹ ചികിത്സയിൽ പ്രാവീണ്യമുള്ള ഒരു എൻഡോക്രൈനോളജിസ്റ്റിൻ്റെയോ ഉപദേശപ്രകാരങ്ങളോട് അല്ലാതെ നിങ്ങളുടെ ചികിത്സയിൽ ദയവായി ഒരു മാറ്റവും വരുത്തരുത്. ഇത് ചിക്കാഗോയിൽ നിന്ന് ഡോക്ടർ വൈ പി തോമസ്. വരുന്ന ആഴ്ചയും ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം.